കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലെ വാസകാലഘട്ടത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ കർത്താവ് ഒരു കുറ്റവാളിയെപ്പോലെ പിടിക്കപ്പെട്ടു. കുറ്റമില്ലാത്തവൻ കുറ്റവാളിയെപ്പോലെ പിടിക്കപ്പെട്ടു. പല കോടതികളിൽ വിസ്തരിച്ചു. പീലാത്തോസിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. കർത്താവിലൊരു കുറ്റവും കണ്ടെത്തുവാൻ ആർക്കും കഴിഞ്ഞില്ല എന്നുള്ളതാണ്. മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും പല രീതിയിൽ കർത്താവിനെ കുറ്റം ചുമത്തുവാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ആളുകളെ അതിനു വേണ്ടി ഒരുക്കി. പക്ഷേ യേശുവിൽ യാതൊരു കുറ്റവും ഇല്ലായിരുന്നു എന്നുള്ളതാണ്. കാരണം കർത്താവ് കുറ്റമറ്റവൻ, പാപമില്ലാത്തവൻ, വിശുദ്ധൻ, പൂർണ്ണമായും നീതിമാൻ. അവന് യാതൊരു കുറ്റവും കണ്ടെത്തുവാൻ ലോക മനുഷ്യൻ അധികാരികൾക്ക്, ശത്രുക്കൾക്ക് കഴിഞ്ഞില്ല എന്ന് വ്യക്തമായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. പീലാത്തോസിൻ്റെ സാക്ഷി ഇപ്രകാരമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 18-ാം അധ്യായം 38-ാമത്തെ വാക്യത്തിൽ പീലാത്തോസ് പറയുന്നു, അവനിൽ ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല. പല രീതിയിൽ കർത്താവിനെ പരിശോധിച്ചു. അവനിൽ എന്തെങ്കിലും കുറ്റമുണ്ടോ? ജനം പറയുന്നതനുസരിച്ചുള്ള കുറ്റങ്ങൾ യേശു ക്രിസ്തുവിലുണ്ടോ എന്ന് പരിശോധിച്ചു. പക്ഷേ ഒരു കുറ്റവും കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. മറ്റൊരു വ്യക്തി പറയുന്ന ഒരു സാക്ഷ്യമുണ്ട്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 23:41. കർത്താവിനോടുകൂടെ ഗോൽഗൊഥ മലയുടെ ഉന്നതങ്ങളിൽ ക്രൂശിക്കപ്പെട്ട കള്ളന്മാരിൽ ഒരുത്തനാണത് പറയുന്നത്. അവൻ പറയുന്നത് ഇപ്രകാരമാണ്: ഇവൻ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. 2 കള്ളന്മാരെ ക്രൂശിച്ചു. അവർ പല കാര്യങ്ങൾ തെറ്റായിട്ട് ചെയ്തവരാണ്. എന്നാൽ ആ കള്ളൻ പറയുകയാണ്, ഇവൻ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല, ഇവൻ നീതിമാനാണ്. പീലാത്തോസിൻ്റെ ഭാര്യ പറഞ്ഞൊരു കാര്യമുണ്ട്. മത്തായിയുടെ സുവിശേഷം 27:9 വാക്യം. പീലാത്തോസിനെ വിളിച്ചിട്ട് പറയുകയാണ്, ഈ നീതിമാൻ്റെ കാര്യത്തിൽ ഇടപെടരുത്. ദൈവത്തിൻ്റെ ഇടപെടൽ ആ സ്ത്രീയുടെ മേൽ വന്നു കഴിഞ്ഞപ്പോൾ അവൾ പറയുകയാണ്, ജനം കുറ്റം വിധിക്കുന്ന ഇവൻ നീതിമാനാണ്. അതുകൊണ്ട് പീലാത്തോസ് നീ ഇവൻ്റെ കാര്യത്തിൽ ഇടപെടാൻ പാടില്ല. ഈ കാര്യത്തിൽ ഇടപെട്ടാൽ അത് ശരിയാകത്തില്ല എന്നുള്ള ഒരു മുന്നറിയിപ്പ് അവൾ കൊടുക്കുകയാണ്. അപ്പോൾ ശത്രു പാളയത്തിലും കർത്താവ് നീതിമാൻ എന്നുള്ള, കുറ്റമില്ലാത്തവൻ എന്നുള്ള വാക്കുകൾ ഉയർന്നു വരുന്നു. കാരണം കർത്താവ് സാക്ഷാൽ നീതിമാൻ. റോമൻ ശതാധിപൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 23:47 വാക്യം. ഈ മനുഷ്യൻ വാസ്തവമായി നീതിമാൻ. അതായത് കർത്താവിനെ കുറിച്ച് പറയുകയാണ്, ഇവൻ വാസ്തവമായിട്ട് ആരാണ്? ഇവൻ നീതിമാനാണ്. അവന് അനീതി ഒന്നുമില്ല. കർത്താവ് മരിച്ചു. അരിമത്യക്കാരൻ യോസേപ്പ് തൻ്റെ പാറയിൽ കർത്താവിനെ അടക്കി. കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ ആ ഒരു സമയം ഇതെല്ലാം കണ്ടപ്പോൾ ശതാധിപൻ പറയുകയാണ്, വാസ്തവമായും അവൻ നീതിമാൻ. കർത്താവിനോട് കൂടെ 3.5 വർഷം നടന്നിരുന്ന യൂദ കർത്താവിന് ഒറ്റുകൊടുത്തു. 30 വെള്ളിക്കാശ് മേടിച്ച് ചുണ്ടുചുംബനം കൊണ്ട് കർത്താവിനെ, തൻ്റെ ഗുരുവിനെ, തൻ്റെ റബ്ബിയെ ഒറ്റിക്കൊടുത്തവൻ. അവൻ ഏറ്റവും ഒടുവിൽ പറയുന്ന ഒരു കാര്യമുണ്ട്: ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തു. അപ്പോൾ ഇവരെല്ലാം സാക്ഷ്യപ്പെടുത്തുന്ന കർത്താവ് കുറ്റമില്ലാത്തവൻ, പൂർണ്ണ വിശുദ്ധൻ. കർത്താവ് ഈ ഭൂമിയിലേക്ക് രംഗപ്രവേശനം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1:3 പറഞ്ഞിരിക്കുന്നത്, ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അപ്പോൾ കർത്താവ് പൂർണ്ണമായും വിശുദ്ധൻ.
എബ്രായലേഖനം 4:15 പറഞ്ഞിരിക്കുന്നു, പാപമൊഴികെ സകലത്തിൽ നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ. ലോകം പല രീതിയിൽ നിരീക്ഷിച്ച് പരിശോധിച്ച് കർത്താവിൽ കുറ്റം കണ്ടെത്തുവാൻ ശ്രമിച്ചിട്ടും അവർ പരാജയപ്പെട്ടു പോയി. ഒരു കുറ്റവുമില്ലാത്തവൻ, നീതിമാനായ കർത്താവ്, അരുതാത്തതൊന്നും ചെയ്യാത്തവൻ. അങ്ങനെ ഒരു കർത്താവിനെ സ്നേഹിക്കുവാൻ, സേവിക്കുവാൻ, ആ കർത്താവിൻ്റെ പ്രിയ മകനായി മകളായി തീരുവാൻ ലഭിച്ചതാണ് ഏറ്റവും ഭാഗ്യം. ആ കർത്താവ് നീതിമാനായി കുറ്റമില്ലാത്തവനാണ്. നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ഭവനത്തിൽ വാഴുന്നുവെങ്കിൽ ആ കർത്താവിനെ പോലെ നീതിയോടെ പാപത്തെ വെറുത്ത്, പാപിയെ സ്നേഹിച്ച്, കർത്താവിനെ സ്നേഹിച്ച് സേവിക്കുകയും നമ്മളെ തന്നെ ഏൽപ്പിക്കാം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.